ഷോർട്ട് ഹാൻഡ് ആണ് നമ്മളെല്ലാം. ഇപ്പോൾ അലിഫിലാമീം അല്ലേ, ദാലിക്കൽ കിതാബുൽ അറിവ്. അതുപോലെ ഖുർആൻ്റെ പല ആദ്യ അക്ഷരങ്ങളും അലിഫിലാമീം സ്വ, അലിഫിലാമീം റ, അതുപോലെ ത്വ, കാഫ്, ഇങ്ങനെ ഖുർആൻ്റെ ആദ്യ അക്ഷരങ്ങളെ കൊണ്ട് കാണിക്കുക. അല്ല, ഖുർആൻ്റെ ആദ്യ വാക്യങ്ങൾ. ഈ അക്ഷരങ്ങളെല്ലാം ഷോർട്ട് ഹാൻഡാണ്. യാഥാർത്ഥ്യത്തെ പറയുന്ന ഒരു അക്ഷരം കൊണ്ടാണ് പറയുന്നത്. പിന്നെ ആർക്കെ മനസ്സിലാവും? നിങ്ങൾ ഇനീഷ്യൽ എന്താ? നിങ്ങളെ ഇനീഷ്യൽ ഉൽപ്പം എം ബി എന്ന് പറയുമ്പോൾ ആർക്ക് മനസ്സിലാവും അതിൻ്റെ ഫുൾ ഫോം? അറിയോ? ഇല്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? എന്ന പോലെ ഷോർട്ട് ഹാൻഡാണ്. റസൂലുള്ള യാഥാർത്ഥ്യത്തെ കാണിച്ചതെല്ലാം ഷോർട്ട് ഹാൻഡിലൂടെയാണ്. അതാണ് അലിഫ്, ഷഹാദത്ത് കലിമ, ഒരു അലിഫ്, ഒരുവൻ അല്ലേ, അത് അള്ളാഹുവിനെ കാണിക്കുന്നു, പ്രപഞ്ചനാഥനെ, പരമാത്മാവായ നാഥനെ കാണിക്കുന്നു. ആ ഒരുവൻ അഷ്, ഷീനാണ് പിന്നെ കാണിക്കുന്നത്. ഷീനിൻ്റെ ഫുൾ ഫോം എന്താ? ഷംസ്. എന്താ അഷ് അല്ലേ? ഹയാത്തായി, ഷംസായി, ഹയാത്തായി. ദാലും അഷ്ഹദ്, ദാൽ പ്രവർത്തിക്കുന്ന, ആ പ്രകാശമായി ആദ്യ ഒളിവായി അള്ളാഹു വെളിവായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് ആ പ്രകാശം നൂറ് നാർ ഹവമായി അഷദു അൻ ലാമായി ഇലാഹായി പ്രപഞ്ചമായി. ആ പ്രപഞ്ച ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ നൂറ് തന്നെ ഇറങ്ങി വന്ന് ബീജമായി. എന്നിട്ട് ആ ഇലാഹ് എന്ന് പിറന്ന് ഇല്ലയായി വന്നു. അതാണ് അന്ന മുഹമ്മദ് റസൂലുള്ള. റസൂലുള്ള മക്കത്ത് വന്ന് വഫാത്തായത് പോയതല്ല. ആ നൂറ് അനമിനോരില്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെ നൂറാണ്, പ്രകാശമാണെന്നാ പറഞ്ഞു. അനമിനോരില്ലാഹി അല്ലേ? ആ പ്രകാശമായി ഞാനും ആ പ്രകാശമായിരുന്നു. എന്നെയും പ്രപഞ്ചനാഥൻ ആ പ്രകാശത്തിൽ ജ്യോതിയിൽ കൊണ്ടെത്തി ഞാനും ജ്യോതിയായിരുന്നു. അതാണ് മുഹമ്മദും പറഞ്ഞത്. അനമിനോരില്ലാഹി, ഞാൻ ആ പ്രകാശമായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നുണ്ടോ? ലോകത്ത് ആര് കാണിച്ചത് ഞാൻ ആ പ്രകാശമാണെന്ന്? അപ്പോൾ അനമിനൂരില്ലാഹി, ഞാൻ ആ പ്രകാശമാണ്, ഞാനും ആ പ്രകാശം. ആ പ്രകാശമായ ഞാനാണ് പ്രസരിച്ച് വികസിച്ച് പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം എല്ലാം വാദങ്ങളായി വ്യാപിച്ച് വന്നുകൊണ്ട് അഷ്ഹദു അൻ ലാ ഇലാഹായി. അപ്പോൾ ഇലാഹ് ഏതാണ്? പ്രപഞ്ചം എന്ന് പറയും ശാസ്ത്രം. ഉപനിഷത്ത് പറയും ശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ അഷ്ഹദു അൻ ലാ ഇലാഹ. ഈ ഇലാഹിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന ഗർഭമാണ് ഭൂമി അല്ലേ? ഈ ഭൂമിയിലേക്ക് ആ നൂറ് തന്നെ ഇറങ്ങി വന്ന് ഇലാഹെന്ന് പറഞ്ഞ ഇല്ലയായി, ആദിമ മനുഷ്യനായി, നരിയാം വിത്തിട്ട മുളക്കുന്ന നരിയ ഗർഭമായ സ്ത്രീയും ആ പുരുഷനുമായി ആദിമ മനുഷ്യനായി ദൃശ്യമായി. അതാണ് ആ അനമിനൂരില്ലാഹി, ആ പ്രകാശമായ ഞാനും മുഹമ്മദും ഇലാഹായും ഇലാഹിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ എൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ഇറങ്ങി വന്ന് കൊണ്ട് ഇല്ലയായി. ആ നൂറ് ആദ്യ അൻ ഇറങ്ങി വന്ന രണ്ടാമത്തെ നൂറല്ലേ ഭൂമിയിലേക്ക് വന്ന് ബീജമായി വന്ന രണ്ട് എന്ന് പറയും. രണ്ടല്ല, ഒന്ന് തന്നെ. അതിന് അന്നാന്ന് പറഞ്ഞു. ആ നൂറ് ഇറങ്ങി വന്ന രണ്ടാമത്തെ അന്ന മുഹമ്മദ് റസൂലുള്ള. അതാണ് വൻ നജിബ് എന്ന സൂറത്തിൽ, നജിബ് എന്ന സൂറത്തിൽ പറഞ്ഞു, വൻ നജിം ഇദാ ഹവാ സഹീബുക്കും. ആ പ്രകാശം നക്ഷത്രം ഇറങ്ങി വന്നുള്ളതാ നിങ്ങളുടെ ആൾ. അത് ഇറങ്ങി വന്നുള്ളതാ നിങ്ങളുടെ ആൾ. ഞാനും അദ്ദേഹം വഴി പിടിച്ചതോ അബദ്ധം പിണിഞ്ഞതോ അല്ല. തന്നിഷ്ടപ്രകാരം ഒന്നും പറയുന്നില്ല. അങ്ങനെ വിശദീകരിച്ച് ആ സൂറത്ത് അങ്ങനെ പോകുന്നു. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ മഹത്വങ്ങൾ ഇതാർക്കറിയും? ആര് പറയും? അള്ളാഹു കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും ഇബ്രാഹിമിനെ പോലെ, റസൂലുള്ളാഹിനെ പോലെ, മുഹിയദ്ദീനെ പോലെ, കൃഷ്ണനും രാമനെ പോലെ അതിൽ കൊണ്ടെത്തിച്ച് ജ്യോതിയാക്കി പ്രകാശമാക്കി പ്രകാശം മുളച്ച് വളർന്ന് ആ അർദ്ധനാരീശ്വരന ശിവനും ഇലാഹുമായി ഞാനും റസൂലുള്ളാഹിയും ഇവരെല്ലാവരും ഇലാഹുമായി ആ ശിവസ്വരൂപമായി. എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ആ സ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഗർഭം ഭൂമിയിലേക്ക് ആ നൂറ് തന്നെ പ്രകാശം തന്നെ ജ്യോതി തന്നെ ബീജമായി ഇറങ്ങി വന്നുകൊണ്ട് തൻ്റെ ചെറുരൂപത്തിൽ ദൃശ്യമായ പ്രപഞ്ചനാഥനാണ്
റസൂലിയും കൃഷ്ണനും രാമനും പുത്തനും മുഹിയത്തീനും ഞാനും നിങ്ങളും ഒക്കെ തന്നെ. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളത് അറിയിക്കാനും നിങ്ങളതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അവതരിച്ചത്, വന്നിട്ടുള്ളത്. ആർക്ക് വേണം വാ ആയിക്കോ, നിങ്ങളതാക്കി തീർക്കാം. അതാണ് ഉപനിഷത്ത് പറഞ്ഞത്, ഗീതയെ പറഞ്ഞത്. യഥാ യഥാ ഹി ധർമ്മസ്യ, ലോകം മലിനമാകുമ്പോൾ, അന്ധകാരത്തിൽ മുഴുകുമ്പോഴെല്ലാം അവതരിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം. റസൂലുള്ളാഹി വഫാത്തായി പോയിട്ടില്ല. ആദമായി വന്നത് റസൂലുള്ള, ആ നൂറ് തന്നെയാണ് ബീജമായി വന്നത്. അത് തന്നെ ബീജാന്തരം ജന്മാന്തരത്തുള്ള നിങ്ങളും ഞാനും എല്ലാവരുമായി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒന്ന് തന്നെയാണ്. ആ നൂറ് പ്രകാശം തന്നെ ബീജാന്തരത്തിലൂടെ വെളിവായി കൊണ്ടിരിക്കുന്നത്. മക്കത്ത് മുഹമ്മദ് വഫാത്തായി പോയി, ഇനി നബി വരൂല എന്നാ പറഞ്ഞത്. നബി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മണ്ടന്മാരെ. നൂന് ആ നൂറിനെയാണ് നൂന് കൊണ്ട് പറഞ്ഞത്. നൂന് അല്ലേ? ആ നൂന്റെ കുത്ത് അടിയിലിട്ടാലുണ്ടാവും ബാ. അത് ഇറങ്ങി വന്നുള്ളതാണ് ബാ. ആ നൂറ് ഇറങ്ങി വന്നുള്ളതാണ് ബാ. അത് ഞാനാണ്, അത് റസൂലുള്ളാഹിയാണ്. അതാണ് നബി. അപ്പൊ നബി എവിടെ മുളപ്പം? ഇതാ ഇവിടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നില്ലേ വീഡിയോയിലല്ലോ. ആ നൂറ് ഇറങ്ങി വന്നുള്ളതാണ് ഞാൻ.